ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തതിലൂടെ സർക്കാർ നടത്തിയത് കേരള പോലീസ് സേനയ്ക്കുള്ള രക്ഷാപ്രവർത്തനമെന്ന് മർദ്ദനത്തിനിരയായ അജയ് ജിവൽ കുര്യാക്കോസ്. നടപടിയിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നും അജയ് അമൃത വാർത്തകളോട് പറഞ്ഞു. എബിജോൺ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച ആ സംഭവത്തിൽ അതിൻ്റെ ആ കേസ് അട്ടിമറിക്കാനുള്ള നടപടിയിൽ ഇടപെട്ടു എന്ന ആരോപണമാണ് ADGP MR അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇത് ആ വിഷയത്തിൽ അജിത് കുമാറിന് സസ്പെൻഷൻ വന്നിരിക്കുകയാണ്. വിഷയത്തിൽ അന്ന് ഗുരുതരമായിട്ടുള്ള മർദ്ദനമേറ്റ അജയ് നമ്മളോടൊപ്പം ചേരുക. അജയ്, ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്, എന്താണ്? തീർച്ചയായിട്ടും വളരെയേറെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഈ കേസിൻ്റെ പുറകെ ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ലായിരുന്നു പോലീസ്. എന്നാൽ ഇന്ന് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായ ഒരു അന്വേഷണ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഗ്രീവൻസസ് എന്താണെന്ന് കേൾക്കാൻ തയ്യാറായി. കേട്ടാൽ മതി. സ്വാഭാവികമായും ഞങ്ങളുടെ ഗ്രീവൻസസ് കോടതി കേട്ടതുകൊണ്ടാണെന്ന് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. തുടരന്വേഷണം നടത്തുമ്പോൾ അതിന് തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഹാജരാക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. SIT വന്ന ശേഷം അത് കൃത്യമായി കണ്ടെത്താനും ഞങ്ങൾ കൊടുത്ത തെളിവുകൾക്ക് അപ്പുറം അതിൻ്റെ നിയമപരമായി എടുക്കേണ്ട സ്റ്റെപ്സ്, അതായത് സാക്ഷികൾ, ദൃക്സാക്ഷികൾ, അതുപോലെ തന്നെ അന്ന് ഈ കോൺവോയുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർമാർ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള മുഴുവൻ ആൾക്കാരുടെയും സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു വളരെ പോസിറ്റീവായ സ്റ്റെപ്പാണ്. ലോകം മുഴുവൻ കണ്ട വിഷ്വൽ ഇല്ല എന്ന് പോലും കൂടെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ സർക്കാരിൻ്റെ ഭാഗത്ത്. അതൊരു രക്ഷാപ്രവർത്തനമാണല്ലോ ഇന്ന് നടത്തിയേക്കുന്നത് എന്താണ്? സാധാരണഗതിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നത്, ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് എഴുതി കൊടുക്കും, ചാർജ് ഷീറ്റ് സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കും. എന്നാൽ ഇന്നതല്ല നടന്നു നിൽക്കുന്നത്. ഇതൊരു പ്രസിഡൻ്റായി രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ADGP MR അജിത് കുമാർ നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തിരുത്തി എഴുതി. MR അജിത് കുമാർ ശിക്ഷിക്കപ്പെടണ്ടേ, അല്ലെങ്കിൽ അദ്ദേഹം നടപടിയെടുക്കണ്ടേ അദ്ദേഹത്തിനെതിരെ? ആ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതുപോലെ ഏതെങ്കിലും കുറേ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് അവിടെ വെച്ച് തീരുന്ന ഒരു തരത്തിൽ പോകുന്നതല്ല വേണ്ടത്. രക്ഷാപ്രവർത്തനം സത്യത്തിൽ നടത്തിയേക്കുന്നത് പോലീസ് ഫോഴ്സിൽ വലിയ രക്ഷാപ്രവർത്തനം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി നടത്തിയേക്കുന്നുള്ളതാണ് പറയാനുള്ളത്. ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ റിപ്പോർട്ട് വൈകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ മാധ്യമങ്ങൾ തന്നെ ഈ വിഷയം സർക്കാരിനോട് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോട് മുഖ്യമന്ത്രിയോട് നിരന്തരമായി ചോദിക്കുന്ന ഒരു സാഹചര്യം. 23 ദിവസത്തോളം ഈ റിപ്പോർട്ട് DGPയുടെ മേശപ്പുറത്ത് തന്നെ ഇരിക്കുന്ന സമയം. അപ്പോൾ സ്വാഭാവികമായിട്ടും അജിത് കുമാറിനെ വീണ്ടും രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ അജിത് കുമാറിൻ്റെ രക്ഷാപ്രവർത്തനമാണോ എന്ന സ്വാഭാവികമായിട്ട് ചോദ്യം ഉയർന്നു വരുന്നത്. ആ ഘട്ടത്തിലേക്ക് എന്താണ് ശരിക്കും തോന്നിയത്? 23 ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരുടെ പ്രൊസീജിയേഴ്സ് കംപ്ലൈ ചെയ്യാൻ എടുത്തായിരിക്കും. ലീഗൽ ഒപ്പീനിയൻ എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വിശദമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ കൊടുത്തേക്കുന്ന നോട്ട് സർക്കാരിന് അല്ലെങ്കിൽ DGPക്ക് ഇത് മാത്രമല്ലല്ലോ ജോലി. അവർ കൊടുത്തേക്കുന്ന ചാർജ് ഷീറ്റ്, ഞാനൊരു വക്കീൽ കൂടെയാണ്, കൊടുത്തേക്കുന്ന ചാർജ് ഷീറ്റ് പഠിക്കണ്ടേ? അദ്ദേഹം പഠിച്ചിട്ട് അതിനകത്തുള്ള ക്ലാരിഫിക്കേഷൻസ് ചോദിക്കണ്ടേ? അത് വക്കീലിനോട് ചോദിക്കണ്ടേ? ഇവർ രണ്ടു കൂട്ടരും പഠിച്ചാലല്ലേ ഇതിനെപ്പറ്റി തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള സ്വാഭാവികമായി എടുക്കേണ്ട തീരുമാനം എനിക്കറിയത്തില്ല. നമ്മൾ ഈ ഒരു പ്രൊസീജിയേഴ്സ് മാത്രമായിരിക്കില്ല ഉണ്ടാവുന്നത്, അവിടെ മറ്റനവധി പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതിലൊരു ഡിലേ ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളത്, ഇന്നും പറയുന്ന ആ ഒരൊറ്റ നിലപാടിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോയത്? ഞങ്ങളെ കേൾക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ ഇദ്ദേഹം കോടതി പോകുന്ന ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടല്ല നടപടിയെടുത്തതെന്ന്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗം കേട്ടിട്ടല്ല നടപടിയെടുത്തതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സംഭവം നിങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണം നിങ്ങൾക്കെതിരെ വരുന്നത്? കൃത്യമായ മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വിശദീകരണവും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം കോടതിയിൽ മുഖാന്തരം ചെയ്യട്ടെ. പക്ഷേ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്നുള്ളത് അയാളുടെ റൈറ്റാണ്. അത് ഏതൊരു പൗരൻ്റെയും റൈറ്റാണ്. അത് ഉണ്ടായിട്ടുണ്ട്. വളരെ സ്വീകാര്യമായ രീതിയിലുള്ള നടപടിയാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ട്. പൂർണ്ണ ആത്മവിശ്വാസമാണുള്ളത്. ഈ DGP ആകാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രം ഉള്ള ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് വരുന്നത്. സ്വാഭാവികമായി അയാളുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട സർവീസ് റെക്കോർഡിൽ തന്നെ ഒരു വലിയ പ്രശ്നമായി മാറുന്നു. അപ്പം തന്നെ ആഗ്രഹിച്ചിരുന്ന ആ ഒരു പോസ്റ്റിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുന്നൊരു നില കൂടി ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? അല്ല, ഞാൻ അതിൽ ഇദ്ദേഹത്തെ DGP ആക്കരുതെന്നുള്ളതല്ല ഞങ്ങളുടെ ആവശ്യം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും പ്രൊമോഷൻ കൊടുപ്പിക്കരുതെന്നുള്ളതല്ല ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്നുള്ളതാണ്. അതല്ല എങ്കിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടെ നീതി ലഭിക്കണമെന്നുള്ളതാണ്. ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ആ DYSP അടക്കമുള്ള താഴത്തുള്ള ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത്. അത് ആരോ പറഞ്ഞിട്ട് ചെയ്തതാണ്. അത് ആര് പറഞ്ഞിട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തിനു ചെയ്തു, ആ തീരുമാനം കൂടെ ഉണ്ടാവണ്ടേ? അതിനെപ്പറ്റി അതിനകത്തൊരു അന്വേഷണം, അതിനകത്തൊരു നടപടി ഉണ്ടാവണ്ടേ?
അതിൽ ഒരു രക്ഷാപ്രവർത്തനം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. സാധാരണക്കാരായ പോലീസ് ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതൊരു ഒരു ആത്മവിശ്വാസത്തിൻ്റെ നിമിഷം കൂടിയാണെന്ന് ഞാൻ പറയുന്നത്. കാര്യം നാളെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ച് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അദ്ദേഹത്തിന് പൂർണ്ണ കോൺഫിഡൻറ്റ് ഉണ്ടാവണം. ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ കാര്യം പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ അദ്ദേഹത്തിനും ഇവർക്ക് ഉണ്ടാകുന്ന നടപടി പോലെ തന്നെ അവർക്കും നടപടി ഉണ്ടാകും. അതിനൊരു ഒരു 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 പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് കേസായി ഇത് മാറും എന്നുള്ളതാണ് വിശ്വാസം. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന നടപടികളിൽ ഒരു തരത്തിലുള്ള കാലതാമസങ്ങളും ഉണ്ടായിട്ടില്ല. കൃത്യമായ രീതിയിൽ അത് നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെ ഉണ്ടായത്. അത് കേസിൻ്റെ മെറിറ്റ് തന്നെ മികച്ച രീതിയിൽ തന്നെ അതിനെ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെയാണ്. ക്യാമറമാൻ അഭിരാമനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.